Welcome to Feast of Flavors. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ട് പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. ഇത് ഇടിയപ്പത്തിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നടു കട്ട് ചെയ്തിട്ട് വലിയ പീസായിട്ട് എടുത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പഴത്തിൻ്റെ മധുരം അനുസരിച്ചിട്ട് ആഡ് ചെയ്യുക. ഇനി നല്ല മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പഴം ഒന്ന് വേവിച്ചെടുക്കാം. പഴം നന്നായി വെന്തുടഞ്ഞു പോകരുത്. പഴം ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കറി തിളക്കണ്ട, ഒന്ന് പതച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കറി ഒന്ന് തൂമിച്ചെടുക്കണം. അതിനു വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 3 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മധുരം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഈ കറി ഇഷ്ടപ്പെടും. അതുപോലെ നേരിയ മൂപ്പിച്ചുള്ളിയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ അപ്ലോഡിങ്ങിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീണ്ടും ഒരു പുതിയ റെസിപ്പിയായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.